ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ പൂവേ പൂവേ. ഇന്നലത്തെ പൂക്കളം കളഞ്ഞിട്ട് പുതിയ പൂക്കളം ഇട്ടില്ലേ? ശിവ ചേച്ചേ എന്താടാ ഒരു പരിപാടി ഏറ്റാതെ വൃത്തിക്ക് ചെയ്യണം. എന്തെന്നാ ആ പൂക്കളം എന്നിട്ടാണ് ഇന്നലെ അതെന്ത് മാറ്റിട്ട് പുതിയ ഇടാത്ത? പെട്ടെന്നിട്. പൂക്കളെ ഓടിവാ. പൂക്കള് വന്നാ പൂക്കള് വന്നാ എടേ, നീ ഇവിടെ കിടന്ന് വിളിച്ചോണ്ടോ ഞാൻ ഇവിടെ കിടന്ന് വിളിച്ചോണ്ടോ പൂക്കൾ നടന്നു വരത്തൊന്നുമില്ല. പൂക്കൾ ഇടണമെങ്കിൽ പൂക്കൾ വേണം. ഇവിടെ പൂക്കളില്ല. ഇല്ല. ഇന്നലെ മേടിച്ചോണ്ട് വന്നേ. പിന്നെ ഇന്നലെ എന്തോരം വാങ്ങിക്കൊണ്ട് വന്നു. ഇന്നലെ 10 ദിവസത്തിന് വാങ്ങിക്കൊണ്ട് വന്നു. എന്നാ കുറച്ച് കൂടുതൽ വാങ്ങിച്ചിരുന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2-3 ദിവസത്തിന് ഇടായിരുന്നു. ആ ബുദ്ധി കാണിച്ചില്ലല്ലോ. അത് സംഭവിച്ച എന്താന്ന് വെച്ചാല് ഇപ്പഴാ ഞാൻ ഓർത്തെ. ഞാൻ പൂ മേടിച്ചോണ്ടിരുന്ന സമയത്ത് അവിടെ അടുത്തൊരു അപ്പൂവൻ വന്നെന്ന്. പുള്ളി എന്റെ കൂടെ പൂ മേടിക്കുന്നുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ് മോനെ ഒരു ദിവസം ഇടാനുള്ള പൂ മതി. പൂക്കാരൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ദിവസം ഇടാനുള്ള പൂ മതി. കാരണം പൂ മേടിച്ച് വെച്ച് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പൂവിന്റെ ഫ്രഷ്നസ് പോകും. ഫ്രഷ് ആയിട്ടുള്ള പൂക്കളം വേണമായിരിക്കും. കറക്റ്റ്. ഫ്രഷ് ആയിട്ടുള്ള പൂക്കളം വേണമെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ വേണം. ഫ്രഷ് ആയിട്ട് പോയിട്ട് പൂ വാങ്ങിട്ട് വന്നു. ഞാൻ പൂക്കൾ ഇട്ട് തരാം. ഇപ്പൊ പോയാ ഒരു 9 മണിക്ക് പൂക്കളം വീടിന് മുന്നത്ത് കിടക്കും. അതെ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് പണ്ട് രാവിലെ വെളുക്കാൻ കാലം ആകുമ്പോഴത്തേനും ഞങ്ങൾ പൂ പറിക്കാൻ ഇറങ്ങും. എന്നിട്ട് എല്ലായിടത്തും നടന്ന് പൂവൊക്കെ ഇല്ലി പറിച്ച് ഇരുട്ട് തീരുന്നതിന് മുന്നേ, അതായത് വെളുക്കാവുമല്ലോ, 5:30 അങ്ങനെ നിൽക്കുന്ന സമയത്ത് വന്ന് ചാണകമൊക്കെ മെഴുകി നിറയെ പൂവൊക്കെ ഇട്ട് വിളക്കൊക്കെ കത്തിച്ച്. ദൈവമേ, അതൊക്കെ ഒരു കാലം. ഇപ്പൊ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവോ? പടവലം വീട്ടിലെ മുന്നേ ഇങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങളൊക്കെ തീരെ ചെറുതായിരുന്നപ്പോഴത്തേക്കും ഇതേപോലെ വെളുപ്പിനെ പോയി പൂവൊക്കെ പൊട്ടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ആണോ? അതിപ്പോ നമ്മൾ ഇവിടെയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈടക്കൂടെ അങ്ങനെയല്ലേ ചെയ്തേ? എടാ, സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ പോയി പൊട്ടിച്ചിട്ടില്ലല്ലോ. അതില്ല, അത് നിങ്ങളൊക്കെ അല്ലേ പോറ്, ഞാൻ വരാറില്ലല്ലോ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാലോ അമ്മ. ഇവളാണ് ഈ പൂക്കളത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് പ്ലാനൊക്കെ ഇട്ടുകൊണ്ട് വന്നത്. എന്നാ ഈ കൊച്ചിന് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടോന്ന് ചോദിച്ചാ അതില്ല. അതെന്ത് വർത്താനോട് ചോദിച്ചത്? നമ്മുടെ പാറുക്കുട്ടിയും കല്ലുമോളും ഓണത്തിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു ഐതിഹ്യം അറിഞ്ഞ് വളർന്നെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പൂക്കളോടെന്ന് പറഞ്ഞത്. അതൊക്കെ സമ്മതിച്ച്. പക്ഷെ ഇതൊരു വിശ്വാസപരമായ കാര്യമല്ലേ? അപ്പൊ കുറച്ച് ഉത്തരവാദിത്തമൊക്കെ കാണിക്കണ്ടേ? കുറച്ച് പൂവൊക്കെ നേരത്തെ മേടിച്ച് വെച്ച് എന്തായിരുന്നു കുഴപ്പം? ചോദിക്ക്, പൊന്നാര എന്നോട് ചോദിക്ക്. അവനാണ് പൂ ഫ്രഷ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ പൂക്കളോടാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഞാനല്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കൊണ്ടുകൂടെ പോയി വാങ്ങിച്ചു വന്നേ. സമയം ഇത്രയായില്ലേ? പൈസ വാരി അറിയാനാ? പൂവൊക്കെ വാരി എറിയെന്ന് പറയുന്ന പോലെയാ പൈസ വാരി അറിയാൻ പറയണേ. പക്ഷെ പറമ്പിലൊക്കെ പോയി പൂക്കളൊക്കെ പറിച്ചോണ്ട് വന്ന് അത്തപ്പൂക്കൾ ഇട്ടിട്ട് കാണുന്നത് വേറെ ലെവലാ. അമ്മ, പാറൂസ് പറഞ്ഞ പോലെ നമ്മളെ കഷ്ടപ്പെട്ട് പൂക്കളൊക്കെ പറിച്ച് പൂക്കൾ വിട്ടാലേ ഒരു തൃപ്തി കിട്ടത്തുള്ളൂ. ഇപ്പൊ തന്നെ നട്ടുച്ചയാവാറായി. ഇനി ഏത് കാലത്ത് പറമ്പിലൊക്കെ പോയി പൂവൊക്കെ പൊടിച്ച് പൂക്കൾ ഇടാ? പിന്നെ ആകപ്പാടുള്ള ഇവിടെ പൂന്ന് പറയാനായിട്ട് ആ മുമ്പിൽ നിൽക്കുന്ന ചുമന്ന ചെത്തിയും മഞ്ഞ ചെത്തിയും മാത്രമേ ഉള്ളൂ. പിന്നെ ആ പാറമടയുടെ സൈഡിൽ പോയാ ഒരു മഞ്ഞക്കോളാമ്പി പോലും കിട്ടൂല. എന്തായാലും ഏതെങ്കിലുമൊക്കെ വീടുകളിലൊക്കെ പൂ കാണുമല്ലോ. ഈ പൂവൊക്കെ കട്ടുപറിക്കുമ്പോ ഒരു സുഖ. പണ്ടൊക്കെ ഞങ്ങൾ കുറേ കട്ടുപറിച്ചിട്ടുണ്ടെന്നേ. അമ്മ, എന്നാലും കളവില് പ്രോത്സാഹിപ്പിക്കരുത്. പിന്നെ 10 കിലോ സ്വർണ്ണല്ലേ എന്ന് വെച്ചാല് ഇച്ചിരി പൂവല്ലേ, അത് കട്ടോണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതന്നെ. അല്ല ചേച്ചി നേരത്തെ എന്തിനു പറഞ്ഞ മഞ്ഞക്കോളാമ്പൊന്നും ഇല്ലെന്നാ അവിടെ? ആ പാറമടയുടെ സൈഡിൽ എന്താ ഉള്ളേ? കൂടി പോയാ മറ്റേ എന്താണ് മറ്റേ തൊട്ടാവാടിയുടെ ആ പൂ ഉണ്ടാവും. ആ സൈഡിൽ അതാണ് മെയിന്. പക്ഷെ അപ്പുറത്തെ സൈഡിലോട്ട് പോയാൽ കിൻഡലിളങ്ങനെ ഇടയ്ക്കല്ലേ പറമ്പില്. പിന്നെ ചെമ്പരത്തി പൂ, മഞ്ഞ കോളാമ്പി, നീല കോളാമ്പി എന്ന് പറഞ്ഞാൽ ഉള്ള എല്ലാ കോളാമ്പി ഉണ്ട് ഇവിടെ. വേറെ പൂവുണ്ട്. മറ്റേ അതിന്റെ പേര് വരുന്നത് നന്ദിയാറോട്ടോ. അതും ഉണ്ട്. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടും കൂടെ പോയിട്ടെ ഫുൾ പൂക്കളും പറിച്ച് ഇവിടെ വന്നിട്ട് നമ്മൾ പൂക്കളം ഇടും. ഇച്ചിരി മെനക്കെട്ട പണിയാ. എന്നാലും ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിക് വൈബല്ലേ ചൂസേ? അളിയാ, നീ ഓക്കെ അല്ലടാ? അളിയോക്കെ പറഞ്ഞാ പിന്നെ നമുക്ക് എന്തിനാ പോവാ? ഇനിയിപ്പൊ എപ്പോ പോയി പൂവൊക്കെ പറിച്ചിട്ട് വരാനാ? സമയം ഇത്രയായില്ലേ? നിങ്ങളൊരു കാര്യം ചെയ്യും, കടയിൽ പോയി പൂ വാങ്ങിച്ചു വാ. അത് മതി. അത് പറ്റൂല സീതമ്മ. അളിയനും പാറൊക്കെ പറഞ്ഞ പോലെ നമ്മൾ തന്നെ പോയി പൂവൊക്കെ പറിച്ച് അത് കൊണ്ടുവന്ന് നമ്മുടെ വീടിന് ഉമ്മറത്ത് പൂക്കളൊക്കെ ഇട്ട് അതിങ്ങനെ നിറഞ്ഞു നിക്കണ കാണാൻ എന്തോ ഒരു ഐശ്വര്യ അല്ലേ അളിയ? അപ്പൊ പിന്നെ അത് തന്നെ കൺഫേം ചെയ്യാം. അളിയ, നിനക്ക് എന്താണ് ഒരു താല്പര്യക്കുറവ്? നിങ്ങളൊരു തീരുമാനത്തിലെത്താതില്ല എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പറ്റും.
നമ്മൾ തീരുമാനത്തിലെത്തി. നമ്മൾ പോയി പൂക്കൾ പറിച്ചുകൊണ്ട് വന്ന് പൂക്കളെ വിടുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ. കല്ലു മക്കളെ ഇറങ്ങടാ. ശിവ ആ ഉണ്ടല്ലേ? ശിവ ഓ ഒരു 25 അടിയുടെ വട്ടത്തി കിട്ടോ. ഇത് ഡിസൈൻ 25 അടിയുടെ വട്ടത്തി ഇട്ടോളാം. പൂ കൊണ്ട് ഇപ്പൊ വരുമെന്ന്. നീ എന്താ ലോറിക്കാണോ പൂ ഇറക്കാൻ പോണേ? നമ്മൾ ഇറങ്ങും അല്ലേ? ഇറക്കും. അല്ലെ ആ സൈഡിൽ നിന്ന് ഏതെങ്കിലും കവർ കൂടെ എടുത്തോ. രണ്ടുപേരും കൂടെ പിരികേറിയാ പോയേക്കുന്നത് എന്താവോ എന്തോ. ഇറക്കും നോക്കാം.